Okay, so hello everyone. Welcome to today's session. This is the second class of representation theory. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ റെപ്രസെൻറ്റേഷൻ തിയറിയുടെ ബേസിക് കൺസെപ്റ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് അതൊന്ന് ആദ്യം റീക്യാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ഒരു ഗ്രൂപ്പ് റെപ്രസെൻറ്റേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഹോമോമോർഫിസം. ഒരു അബ്സ്ട്രാക്ട് ഗ്രൂപ്പിൽ നിന്നും ഒരു കോൺക്രീറ്റ് ഗ്രൂപ്പിലേക്കുള്ള ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുന്നത് പെർമുറ്റേഷൻസ് ആവാം, മെട്രിസസ് ആവാം, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവാം. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെർമുറ്റേഷൻ ആയിട്ട് കാണുന്നു, ഒരു മെട്രിക്സ് ആയിട്ട് കാണുന്നു, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് കാണുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിലെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് പെർമുറ്റേഷൻ റെപ്രസെൻറ്റേഷൻ ആണ്. ആൻഡ് വി കൻ സ്റ്റേറ്റ് ദാറ്റ് ആസ് എ തിയറം വിച്ച് ഇസ് കെയ്ലീസ് തിയറം. കെയ്ലീസ് തിയറം എന്താണ് പറയുന്നത്, ഏതൊരു ഗ്രൂപ്പ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു പെർമുറ്റേഷൻ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് എവറി ഗ്രൂപ്പ് ഇസ് ഐസോമോർഫിക് ടു പെർമുറ്റേഷൻ ഗ്രൂപ്പ്. ഓക്കെ, നമ്മളിവിടെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫൈനൈറ്റ് ഗ്രൂപ്പിന്റെ കേസാണ്. അപ്പൊ അതിന്റെ പ്രൂഫൊക്കെ നമ്മൾ നോക്കി ആ ഗ്രൂപ്പിലെ എലിമെന്റ്സും ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് ഐസോമോർഫിക് ടു എ പെർമുറ്റേഷൻ ഗ്രൂപ്പ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ എങ്ങനെയുള്ള പെർമുറ്റേഷൻ ആയിരിക്കും, ഒരു ഗ്രൂപ്പിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് n ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള g is isomorphic to sg, where sg is the permutation group corresponding to the group g. Okay, and g എന്ന് പറയുന്ന എന്തായിരുന്നു, you can in this particular case we have taken the degree as g. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഐസോമോർഫിക് ടു സം Sn, where Sn is the symmetric group on n letters. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു എന്താണ് ഒരു റെപ്രസെൻറ്റേഷൻ. നമുക്ക് എങ്ങനെ അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ നമ്മൾ കണ്ടു. റെപ്രസെൻറ്റേഷൻ, പെർമുറ്റേഷൻ റെപ്രസെൻറ്റേഷൻ എന്താണ്, അതിൽ നമ്മൾ റൈറ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ എന്താണ് പഠിച്ചു. അപ്പൊ റൈറ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ടു ഈച്ച് എലമെന്റ് എക്സ് ഐ ഓഫ് എ ഗ്രൂപ്പ് നമ്മൾ ഏതിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്, എക്സ് ഐ മാപ്പിംഗ് ടു എക്സ് ഐ എക്സ്. ഇപ്പൊ റൈറ്റ് റെഗുലർ റെപ്രസെൻറ്റേഷൻ ആകുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുക റൈറ്റ് സൈഡ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ എലമെന്റിനെ മാപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ എപ്പോഴും ഓർത്തു വയ്ക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസും ഇതിൽ നിന്നും ചോദിക്കാം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രൂപ്പിനെ നമ്മളുടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോസറ്റ് ഡീകമ്പോസിഷൻ കൺസിഡർ ചെയ്യുന്നതിലൂടെ ഏതൊരു ഗ്രൂപ്പ് എടുത്താലും അതിന് ഒരു പെർമുറ്റേഷൻ റെപ്രസെൻറ്റേഷൻ അല്ല, പകരം ഒന്നിൽ കൂടുതൽ പെർമുറ്റേഷൻ റെപ്രസെൻറ്റേഷൻസ് ഉണ്ടാവും ആൻഡ് പോസിബിളി ഓഫ് ഡിഫറെന്റ് ഡിഗ്രീസ് എന്നുള്ള ഒരു പ്രൂഫ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് a given group G may have more than one representation by permutations, possibly of different degrees. Okay, അപ്പോൾ നമ്മൾ എടുക്കുന്ന സബ് ഗ്രൂപ്പിന്റെ ഇൻഡെക്സ് എന്താണോ അതൊരു ഫൈനൈറ്റ് നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ ഇൻഡെക്സ് എന്താണോ അത്രയും പെർമുറ്റേഷൻ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻസ് ആണ്. അപ്പൊ എന്താണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് അതിനൊരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റും. ആൻഡ് ഈ മെട്രിക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ്. ഇറ്റ് ഈസ് എ നോൺ സിംഗുലർ മെട്രിക്സ് A of x equal to A ij of x, satisfying the condition A of x into A of y equal to A of xy. And ഇതിനെയാണ് നമ്മൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് G ഓഫ് ഡിഗ്രി M over K എന്ന് പറയുന്നത്. ആൻഡ് മെട്രിക്സ് റെപ്രസെൻറ്റേഷന്റെ കുറെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. The first one is A of 1 equal to I for every
ഓക്കെ, എ ഓഫ് 1 ഈക്വൽ ടു ഐ. നിങ്ങൾ ഏതൊരു ഐഡന്റിറ്റി എലമെന്റ് എടുത്താലും അതിനെ നമ്മളുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ടുള്ള ഐയിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. ആൻഡ് ദെൻ വി ഡിസ്കസ് ദ പ്രോപ്പർട്ടി ദാറ്റ് എ ഓഫ് എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു എ ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ്. ഒരു മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ഇമേജിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സിന്റെ ഇൻവേഴ്സ് എന്താണോ അതിന്റെ കറസ്പോണ്ടിങ് ഇൻവേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ കേർണൽ ഓഫ് എ ഫീൽഡ്. ഒരു ഗ്രൂപ്പിന്റെ കേർണൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആ ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ യു എലമെന്റ് ഓഫ് ജി സച്ച് ദാറ്റ് എ ഓഫ് യു ഈക്വൽ ടു ഐ. അങ്ങനെയാണെങ്കിൽ കേർണൽ യൂസ് ചെയ്ത് നമ്മളൊരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേർണൽ എന്ന് പറയുന്നത് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. ഇത് യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞൊരു പ്രോപ്പർട്ടി ആയിരുന്നു ദാറ്റ് ഈസ് ഒരു റെപ്രസെന്റേഷനെ ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ പ്രോപ്പർട്ടി ആണ് ആ പെർട്ടിക്കുലർ റെപ്രസെന്റേഷന്റെ കേർണൽ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് റെഡ്യൂസസ് ടു എ ട്രിവിയൽ ഗ്രൂപ്പ്. The kernel should reduces to the trivial group set 1. ഓക്കെ, ഈ ഒരു പ്രൂഫും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതൊക്കെ നോക്കി എന്ന് വിചാരിക്കുന്നു. ഇത് നോക്കാത്തവര് എന്തായാലും ഡിസ്കസ് ചെയ്യാം, നോട്ട്സ് നോക്കാം, അതേപോലെ റെക്കോർഡിങ്സും നോക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് we are going to discuss about the linear representation. അപ്പൊ ലീനിയർ എന്നുള്ള വാക്ക് കേൾക്കുന്നത് ഇറ്റ് ഇസ് വെരി ഫെമിലിയർ ടു us. അപ്പൊ എന്താണ് ലീനിയർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് we will look into that in this particular class. Let us consider about the linear representation. So a representation is said to be linear. Linear representation എന്ന് പറയണമെന്നുണ്ടെങ്കിൽ what you need is, it is nothing but a function. Let's call this linear representation as lambda from G to K. Lambda from G to K. ഇതൊരു ലീനിയർ റെപ്രസെന്റേഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ബി എ ഫംഗ്ഷൻ. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. Lambda is a function. Lambda is a function. And the second condition is it should satisfy the homomorphism property. Lambda of x into lambda of y equals lambda of xy for all x comma y element of G. For all x comma y element of G. For linear representation എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. And it is mapping to K, where K is a field. K എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണ്. Okay, so it can be complex number, anything, any field. Okay, അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ നിന്നും ഫീൽഡ് ഒരു K എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. And this function should also satisfy the property of homomorphism, that is lambda of x into lambda of y equals lambda of xy for all xy element of G. Okay. ഇനി ഈ ഒരു particular representation, when it satisfies the condition that lambda of x equal to 1, you call it as trivial representation. So what is trivial representation? That is lambda of x 1 ആണെങ്കിൽ you call it as a trivial representation. It is obvious. First of all, ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലെ. ലാംഡ ഓഫ് എക്സ് ഈക്വൽ ടു 1 is a function. അതൊരു ഫംഗ്ഷൻ ആണ്. And the second condition is it should satisfy the homomorphism property, which is obvious. So lambda of x into lambda of y, which is equal to 1 into 1, which equals 1. ഇനി നിങ്ങൾ ലാംഡ ഓഫ് എക്സ് പൈ എടുക്കുകയാണെങ്കിൽ എക്സ് പൈ എന്ന് പറയുന്നതും ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. And this particular function lambda of x equal to 1 maps every element of the group to 1. ഗ്രൂപ്പിൽ ഏത് എലമെന്റ് എടുത്താലും അതിന് 1ലേക്ക് മാപ്പ് ചെയ്യുള്ളൂ. Hence we can prove that lambda of x into lambda of y equals lambda of xy. അപ്പോൾ നമ്മുടെ ലീനിയർ റെപ്രസെന്റേഷന്റെ രണ്ട് കണ്ടീഷനും ഇത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ട്രിവിയൽ റെപ്രസെന്റേഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് the linear representation. Trivial representation is an example of linear representation. So, നമുക്ക് automatically വരേണ്ട ഒരു doubt ആണ്, that is, so can you say about a non-trivial representation? Linear example of a non-trivial representation. Example of a non-trivial linear representation. Non-trivial linear representation. ഒരു നോൺ ട്രിവിയൽ ലീനിയർ റെപ്രസെന്റേഷന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് alternating character of the symmetric group. Alternating character of the symmetric group. Symmetric group Sn for each n greater than 1. So Sn എന്ന് പറയുന്ന symmetric groupന്റെ alternating character consider ചെയ്യാം. So you may be thinking എന്താണ് ഈ alternating character? So let us define this. S of x എന്ന് പറയുന്നത് you can define it as 1 if x is even. 1 if x is even and minus 1 if x is odd. Okay. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ലീനിയർ റെപ്രസെന്റേഷൻ, ഒരു നോൺ ട്രിവിയൽ ലീനിയർ റെപ്രസെന്റേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ വി വിൽ സീ ഹൗ ടു പ്രൂവ് ദിസ് ആസ് എ റെപ്രസെന്റേഷൻ. അതൊരു റെപ്രസെന്റേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓബ്വിയസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ, സോ എസ് ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ. എസ് ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓൺ എസ് എൻ. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ആണ്. നിങ്ങൾക്ക് എക്സാമിന് 2023 എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എസ് ഓഫ് എക്സ് ഈക്വൽ ടു 1 if x is even and minus 1 if x is odd എന്ന് തരും. And you will be asked to prove that s of x into s of y equal to s of xy. The proof is very simple. We will only make use of the property of even and odd representations. അല്ലേ, നമുക്കറിയാം രണ്ട് ഈവൻ റെപ്രസെന്റേഷൻസ് അല്ലെങ്കിൽ രണ്ട് ഈവൻ കോമ്പിനേഷൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ എന്തായിരിക്കും, എപ്പോഴും ഒരു ഈവൻ പെർമിറ്റേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൂഫിന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ബ്രീഫ് ആയിട്ട് എഴുതിയാൽ മതി. സോ കേസ് 1 എടുക്കുകയാണെങ്കിൽ എക്സ് ആൻഡ് വൈ ആർ ഓഡ് പെർമിറ്റേഷൻ, എക്സും വൈയും ഓഡ് പെർമിറ്റേഷൻസ് ആണെന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് കോമ്പോസിഷൻ വൈ ഈസ് ഓൾസോ an odd permutation. And also odd permutation. Okay. Then നമുക്ക് നോക്കാം s of x into s of y. s of x into s of y എന്തായിരിക്കും, s of x ഒരു odd permutation ആണ്, അതുകൊണ്ട് -1 into y ഒരു odd permutation ആണ്, അതുകൊണ്ട് s of y എന്ന് പറയുന്നത് -1. So which will be equal to 1. ഇനി s of xy എന്ന് പറയുന്നത് എന്താ, എക്സും വൈയും ഓഡ് പെർമിറ്റേഷൻ ആണ്, അതുകൊണ്ട് xy എന്ന് പറയുന്നതും ഒരു ഓഡ് പെർമിറ്റേഷൻ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ടു ബി -1. ഓക്കെ, സോറി, ആക്ച്വലി s of xy എന്ന് പറയുന്നത് എക്സ് കോമ്പോസിഷൻ y ആണ്. ഇപ്പൊ രണ്ട് ഓഡ് പെർമിറ്റേഷൻസിന്റെ കോമ്പോസിഷൻ ഒരു ഈവൻ പെർമിറ്റേഷൻ ആണ്, അതുകൊണ്ട് തന്നെ s of xy എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ നമുക്ക് s of x into s of y എന്ന് പറയുന്നത് s of xy എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എടുക്കുകയാണെങ്കിൽ എക്സും വൈയും
ഈവൻ പെർമിറ്റേഷൻസ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ xy ഈക്വൽ ടു എക്സ് കോമ്പോസിഷൻ y എന്ന് പറയുന്നതും ഒരു ഈവൻ പെർമിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ എസ് ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് വൈ കണ്ടുപിടിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ഈവൻ പെർമിറ്റേഷൻ ആണെങ്കിൽ എസ് ഓഫ് എക്സ് എന്താ 1 ഇൻറ്റു എസ് ഓഫ് വൈ എന്ന് പറയുന്നതും 1 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി എക്സും വൈയും ഈവൻ ആണെങ്കിൽ എക്സ് വൈ ഈവൻ പെർമിറ്റേഷൻ ആണ്. സോ എസ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു also 1. So we get s of x into s of y, which is equal to s of xy. Okay. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് കേസ്. നമുക്ക് തേർഡ് കേസ് നോക്കാം. കേസ് 2, കേസ് 3. x എന്ന് പറയുന്നത് ഒരു ഈവൻ പെർമിറ്റേഷൻ ആണ്, y എന്ന് പറയുന്നത് ഒരു ഓഡ് പെർമിറ്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് കോമ്പോസിഷൻ വൈ. ഒരു ഓഡ് പെർമിറ്റേഷനും ഒരു ഈവൻ പെർമിറ്റേഷനും കൂടി കോമ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഓഡ് പെർമിറ്റേഷൻ ആയിരിക്കും കിട്ടുക. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. എസ് ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് വൈ ഈക്വൽ ടു, ഈവൻ പെർമിറ്റേഷൻ ആണെങ്കിൽ നമ്മൾ 1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ 1 ഇൻറ്റു ഓഡ് പെർമിറ്റേഷൻ ആണെങ്കിൽ -1, സോ വിച്ച് ഇസ് ഈക്വൽ ടു -1. ആൻഡ് എസ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് വൈ എന്ന് പറയുന്നത് ഒരു ഓഡ് പെർമിറ്റേഷൻ ആണ്, അതുകൊണ്ട് എസ് ഓഫ് എക്സ് വൈ എന്തായിരിക്കും? -1. സോ വി ഗെറ്റ് എസ് ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് വൈ ഈക്വൽ ടു എസ് ഓഫ് എക്സ് വൈ. നമുക്ക് എഴുതാൻ കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. പ്രൂഫ് ഇസ് വെരി സിമ്പിൾ. പെർമിറ്റേഷൻസിന്റെ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ എഴുതാം. ആൻഡ് നെക്സ്റ്റ് കേസ് 4 എന്ന് പറയുന്നത് റിവേഴ്സ് ആണ്. എക്സ് ഓഡും വൈ ഈവൻ. അപ്പോൾ എക്സ് ഓഡ് ആയതുകൊണ്ട് എസ് ഓഫ് എക്സിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം? -1 ആയിരിക്കും. എസ് ഓഫ് വൈ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് കോമ്പോസിഷൻ വൈ, വിച്ച് ഇസ് എഗെയിൻ ആൻ ഓഡ് പെർമിറ്റേഷൻ. നമുക്ക് പറയാം എസ് ഓഫ് എക്സ് ഇൻറ്റു എസ് ഓഫ് വൈ, which is equal to -1 into 1, which is equal to -1, and s of xy equal to -1. Hence, we prove that s of x into s of y, which is equal to s of x into y. Okay. നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി നമുക്ക് സമ്മപ്പ് ചെയ്യാം. First, we discussed about the linear representation. ലീനിയർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു ഫീൽഡിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ അനദർ കണ്ടീഷൻ ഓൾസോ, ദാറ്റ് ഇസ് ഹോമോമോർഫിസം ആയിരിക്കണം. അപ്പോൾ ലാംഡ ഓഫ് എക്സ് ഇൻറ്റു ലാംഡ ഓഫ് വൈ ഈക്വൽ ടു ലാംഡ ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ് വൈ എലമെന്റ് ഓഫ് ജി. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ട്രിവിയൽ റെപ്രസെന്റേഷൻ. That is, we can define lambda of x equal to 1. അതൊരു ഹോമോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഒരു ലീനിയർ റെപ്രസെന്റേഷന്റെ ഒരു നോൺ ട്രിവിയൽ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ we can define it as an alternating character of the symmetric group Sn for n greater than 1. ഇപ്പൊ s of x എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 if x is even and -1 if x is odd. ഇപ്പൊ s of x എന്ന് പറയുന്നത് Snൽ ഒരു ഫംഗ്ഷൻ ആണ്. ആൻഡ് ദെൻ വി ഹാവ് എസ് ഓഫ് എക്സ് ഈക്വൽ ടു 1 if x is even and -1 if x is odd. നമ്മൾ 4 കേസസിലായിട്ടാണ് പ്രൂവ് ചെയ്തത്. എക്സും വൈയും ഓഡ്, എക്സും വൈയും ഈവൻ, എക്സ് ഓഡും വൈ ഈവനും, എക്സ് ഈവനും വൈ ഓഡും. ഇങ്ങനെ 4 കേസസിലായിട്ട് പ്രൂവ് ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾക്ക് എക്സാമിന് ഒരു 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് എ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നോൺ സിംഗുലർ മെട്രിക്സ് ടി കണ്ടുപിടിക്കാൻ പറ്റും. ടി എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്, സച്ച് ദാറ്റ് when you define it as b of x equal to T inverse A of x t,
then B of x is also a representation. B of x is also a representation. A of x എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് റെപ്രസെന്റേഷൻ ആണ്. ആൻഡ് നമുക്ക് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ടി കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, അതും ഒരു ഗ്രൂപ്പ് റെപ്രസെന്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനർത്ഥം നിങ്ങളുടെ കയ്യിൽ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അനദർ റെപ്രസെന്റേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതൊരു പ്രൂഫ് ആക്കി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ബി ഓഫ് എക്സ് ഇൻറ്റു ബി ഓഫ് വൈ ഈക്വൽ ടു ബി ഓഫ് എക്സ് വൈ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഫോർ ഓൾ എക്സ് വൈ എലമെന്റ് ഓഫ് ജി. നമുക്ക് നോക്കാം, ബി ഓഫ് എക്സ് ഇൻറ്റു ബി ഓഫ് വൈ വിച്ച് ഈക്വൽസ് ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി ഇൻറ്റു ടി ഇൻവേഴ്സ് എ ഓഫ് വൈ ടി. ഇനി ഇതിന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി, ടി ഇൻവേഴ്സ് എ ഓഫ് വൈ ടി, ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി, ടി ഇൻവേഴ്സ് എന്താ ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും, ഇൻറ്റു എ ഓഫ് വൈ ഇൻറ്റു ടി. So we'll be getting b of x into b of y equal to t inverse a of x into a of y. ഈ a of x ഒരു റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ t inverse a of xy into t എന്ന് എഴുതാം. Okay, so which is equal to b of xy. Therefore, b of x is a representation. P of x എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ആണെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ എ ഓഫ് എക്സ് എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് ബി ഓഫ് എക്സ്. ആൻഡ് വി ഡിഫൈൻ ബി ഓഫ് എക്സ് ഇസ് നത്തിങ് ബട്ട് ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി, where ടി is a non-singular matrix. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു ജി മൊഡ്യൂൾ എന്നുള്ളതാണ്. ദ ടോപ്പിക് ഇസ് ജി മൊഡ്യൂൾ. പക്ഷെ എന്താണ് ജി മൊഡ്യൂൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു ലീനിയർ മാപ്പ്, ഇറ്റ് ഈസ് കൺസിഡർ എ ലീനിയർ മാപ്പ് ആൽഫ ഫ്രം ബി ടു ഡബ്ല്യു, വേർ ബിയും ഡബ്ല്യു എന്ന് പറയുന്നത് വെക്ടർ സ്പേസസ് ഓവർ കെ ആണ്. ഓക്കെ, സെയിം ഫീൽഡിലുള്ള രണ്ട് വെക്ടർ സ്പേസസ് ആണ് ബിയും കെ. ബിയിൽ നിന്നും ഡബ്ല്യൂയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലീനിയർ മാപ്പ് ആൽഫ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ലീനിയർ മാപ്പിന്റെ ഇമേജ് നമ്മൾ യൂഷ്വലി ഒരു ഫംഗ്ഷൻ എഫ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇമേജ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ടാണ് എടുക്കുക. ഓക്കെ, എഫ് എന്ന് പറയുമ്പോൾ എക്സ് മാപ്പിംഗ് ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് ബി ഒരു വെക്ടർ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇതിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് വെക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ആൽഫ ഓഫ് ബി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വെക്ടർ ബി ഇൻറ്റു ആൽഫ, റിവേഴ്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഏത് വെക്ടറിനെയാണോ മാപ്പ് ചെയ്യുന്നത് അത് ആദ്യം എഴുതി വെക്ടർ ബി, ആൻഡ് ഏതാണോ മാപ്പ് അത് നമ്മൾ സെക്കൻഡ് ആയിട്ട് എഴുതി. സോ വി ഗെറ്റ് വെക്ടർ ബി ഇൻറ്റു ആൽഫ. അപ്പൊ ഈ ഒരു നൊട്ടേഷൻ ആയിരിക്കും നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതൊരു ലീനിയർ മാപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ലീനിയാരിറ്റി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമ്മൾ യൂഷ്വലി എഫ് ഓഫ് എക്സ് എച്ച് പ്ലസ് ബൈ യു ഈക്വൽ ടു
h into f of x plus u into f of y. ഇങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതിന് പകരം what we are using here is h into vector u plus k into vector v into alpha. Okay, which is equal to h into vector u alpha plus k into vector v alpha. So this is how we define the linearity. So notations la മാത്രമാണ് ചെറിയൊരു വ്യത്യാസം ഉള്ളത്. That is, we define f of alpha of vector v ക്ക് പകരം we define it as vector v into alpha. നമ്മൾ തിരിച്ചാണ് എഴുതുന്നത്. ഓക്കെ, നമ്മൾ അറബിക്ക് എഴുതില്ലേ, അപ്പൊ ഇങ്ങനെ തിരിച്ചല്ലേ എഴുതുക. അതേപോലെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇതാണ് ലീനിയർ മാപ്പ്. ലീനിയർ മാപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ലീനിയാരിറ്റി ഹോൾഡ് ചെയ്യണം. ദാറ്റ് ഈസ് h into vector u plus k into vector v into alpha, which is equal to h into vector u alpha plus k into vector v alpha. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ലീനിയർ മാപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് സീറോ മാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സീറോ മാപ്പ് എടുക്കുകയാണെങ്കിൽ സീറോ മാപ്പ് ഓ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വെക്ടർ വി ഓ. ഈ ഓ എന്താണ്? നമ്മളുടെ ആ ഒരു മാപ്പിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. വെക്ടർ വി ഇൻറ്റു ഓ എന്ന് പറയുന്നത് വെക്ടർ. ഈ വെക്ടർ ഓ എവിടുത്തെ എലമെന്റ് ആയിരിക്കും? ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ എലമെന്റ് ആയിരിക്കും. ഓക്കെ, ഫോർ ഓൾ വെക്ടർ വി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ വി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് എ ലീനിയർ മാപ്പ് ആണ്. മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് എ ലീനിയർ മാപ്പ്. ഒരു ലീനിയർ മാപ്പിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ആൽഫ ഫ്രം വി ടു ഡബ്ല്യു. വിയും ഡബ്ല്യുവും വെക്ടർ സ്പേസസ് ആണ്. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന എല്ലാ വെക്ടർ സ്പേസസും ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷണൽ ആവുമ്പോൾ അതിന് ബേസിസ് ഉണ്ടാവും. അപ്പൊ വിന്റെ ബേസിസിന് നമുക്ക് P1, വെക്ടർ P2, എക്സെട്ര വെക്ടർ Pm എന്ന് വിളിക്കാം. ഇതൊരു എം ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആൻഡ് ഡബ്ല്യുവിന്റെ കറസ്പോണ്ടിങ് ബേസിസ് എന്ന് പറയുന്നത് Q1, വെക്ടർ Q2, എക്സെട്ര വെക്ടർ Qn ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വിയില് ഒരു വെക്ടറിനെ അല്ലേ ഡബ്ല്യൂയിലേക്ക് മാപ്പ് ചെയ്യുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ദിസ് പെർട്ടിക്കുലർ മാപ്പ് ആസ് വെക്ടർ PI V. വെക്ടർ PI ആൽഫ ഈക്വൽ ടു നമുക്ക് ഡബ്ല്യൂയിലുള്ള ഏതൊരു എലമെന്റിനെയും എന്ത് ചെയ്യാം? ഈ ബേസിസ് എലമെന്റ്സ് ആയിട്ടുള്ള Q1, Q2, എക്സെട്ര Qnന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അതുകൊണ്ട് തന്നെ you can write it as sigma j is equal to 1 to n aij qj, where j is equal to I is equal to 1, 2, 3 etc. m. ഇത് നമ്മൾ ഓൾറെഡി വെക്ടർ സ്പേസസ് ലീനിയർ ആൾജിബ്രയിൽ പഠിച്ചൊരു കാര്യമാണ്. നമുക്ക് ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണെങ്കിലും അതില് വി ടു ഡബ്ല്യു ആണെങ്കിൽ വിയിലുള്ള എലമെന്റ്സിനൊക്കെ എന്ത് ചെയ്യാം? വിയിലുള്ള എലമെന്റ്സിനൊക്കെ ഇമേജിന് ഡബ്ല്യുവിന്റെ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെക്ടർ സ്പേസ് വിയിലെ ബേസിസ് എലമെന്റ്സിന് എന്ത് ചെയ്യാം? ഡബ്ല്യുവിന്റെ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബേസിസിലുള്ള ഏതൊരു എലമെന്റ് എടുക്കുകയാണെങ്കിലും
അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡബ്ല്യുവിന്റെ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആൽഫ ഫ്രം വി ടു ഡബ്ല്യു ആണ് അല്ലെ. അപ്പോൾ നമ്മൾ ഈ വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ ഒരു എലമെന്റ് എടുത്തു, വെക്ടർ വി. അങ്ങനെയാണെങ്കിൽ ആ വെക്ടറിന്റെ ഇമേജ് എന്തായിരിക്കും? ഈ വെക്ടർ വി എന്ന് പറയുന്നത് വിയിൽ എലമെന്റ് ആണ്. വിന്റെ ബേസിസ് ആണ് P1, P2, എക്സെട്ര Pm എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെക്ടർ വി എന്തായിരിക്കും? P1, P2, എക്സെട്ര Pmന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് സിഗ്മ I is equal to 1 to m some hi into വെക്ടർ Pi എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ ഇൻറ്റു വെക്ടർ വി ഇൻറ്റു എ, സോറി, വെക്ടർ വി ഇൻറ്റു ആൽഫ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ വെക്ടർ വി ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ എന്ന് പറയുന്ന ലീനിയർ മാപ്പിന്റെ കൺസിഡർ ചെയ്യുമ്പോൾ വെക്ടർ വിന്റെ ഇമേജ് ആണ്. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബേസിസ് എലമെന്റ്സ് ഓഫ് W. So we can write it as sigma I is equal to 1 to m hi Pi alpha. Okay. കാരണം ഓരോ പി ഐന്റെ ഇമേജിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. സോ വിച്ച് ക്യാൻ അഗെയിൻ ബി റിട്ടൺ ആസ് സിഗ്മ I is equal to 1 to n, സിഗ്മ j is equal to 1 to n, hi Pi alpha എന്തായിരുന്നു? Aij Qj. ഓക്കെ. അപ്പൊ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് മെട്രിക്സ് എനെയാണ് A is equal to Aij നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ആൽഫ എന്ന് പറയുന്നത്. നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ പഠിക്കുന്ന ആ ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ തന്നെയാണ് ഏതൊരു രണ്ട് വെക്ടർ സ്പേസസ് ഓർ ദി സെയിം ഫീൽഡ് എടുത്താലും അത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെട്രിക്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ മെട്രിക്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതെന്തായിരിക്കും? ഇവിടെ ഒരു റെപ്രസെന്റേഷൻ കൂടിയാണ്. അതൊരു ലീനിയർ ദാറ്റ് ഈസ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി കൂടെ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു ഓട്ടോമോർഫിസം ഓവർ കെ. നമ്മൾ എന്താണ് ഒരു ലീനിയർ മാപ്പ് എന്ന് പറഞ്ഞു. സോ ഓട്ടോമോർഫിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ഇൻ ലീനിയർ ഓൾജിബ്ര. ഓട്ടോമോർഫിസം എന്തായിരിക്കും? ഒരു വെക്ടർ സ്പേസിൽ നിന്ന് ആ വെക്ടർ സ്പേസിലേക്ക് തന്നെയുള്ള ഒരു ലീനിയർ മാപ്പ്. സോ ആൽഫ ഫ്രം വി ടു വി ആൻഡ് ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യണം? ആൽഫ ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഓഫ് വൈ ഈക്വൽ ടു ആൽഫ ഓഫ് എക്സ് വൈ ഹോൾഡ് ചെയ്യണം. ആൻഡ് ഈ ഒരു ലീനിയർ മാപ്പിനെ ഒരു ഓട്ടോമോർഫിസം ആവണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആൽഫ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇൻവേർട്ടിബിൾ. സോ ലീനിയർ മാപ്പ് ആൽഫ ഫ്രം വി ടു വി is said to be an automorphism if alpha is invertible. ആൽഫ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമ്മൾ ആ ലീനിയർ മാപ്പിനെ ഓട്ടോമോർഫിസം എന്ന് പറയും. The matrix which describes alpha related to any basis is non-singular. അപ്പോൾ നമ്മുടെ ആൽഫ എന്ന് പറയുന്ന ലീനിയർ മാപ്പ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയുമ്പോൾ ഏതൊരു ലീനിയർ മാപ്പ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഉണ്ടാവും. ആൻഡ് ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ സിംഗുലർ ആയിരിക്കും. ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഇപ്പൊ എന്താണ് ഒരു ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞു. An automorphism is a linear map from a vector space to that vector space provided this particular linear map is invertible. അപ്പോൾ ഒരു ലീനിയർ മാപ്പ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഉണ്ട്. ആ മെട്രിക്സ് റെപ്രസെന്റേഷനും എന്തായിരിക്കും? ഒരു നോൺ സിംഗുലർ ആയിരിക്കും. അതായത് ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയി നിങ്ങൾക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആയിരിക്കും.
ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കറിയാം ഓട്ടോമോർഫിസത്തിന്റെ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ ഓട്ടോമോർഫിസത്തിന്റെ കളക്ഷൻ നമുക്ക് എ കെ ഓഫ് വി എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലി എ ഓഫ് വി എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഓട്ടോമോർഫിസം ഇതെന്തായിരിക്കും? ഇതൊരു ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതിലുള്ള എലമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? ഓട്ടോമോർഫിസംസ് ആയിരിക്കും. സോ ലെറ്റ്സ് സേ ആൽഫ 1 ആൽഫ 2. അപ്പൊ ഇതിലുള്ള എലമെന്റ്സിനെ നമുക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം? ആൽഫ 1 ആൽഫ 2 ഈക്വൽ ടു ആൽഫ 1 കോമ്പോസിഷൻ ആൽഫ 2. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഫംഗ്ഷൻസ് ആകുമ്പോൾ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്തായിരിക്കും? കോമ്പോസിഷൻ ആയിരിക്കും. കാരണം അത് ലീനിയറും കൂടെ ആവണം. അപ്പൊ അതൊരു കോമ്പോസിഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിയിലെ ഒരു എലമെന്റ് സ്മോൾ വി എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വി ഇൻറ്റു ആൽഫ 1 ആൽഫ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഓഫ് ആൽഫ 1. ആദ്യം നമ്മൾ ആൽഫ 1ന്റെ ഇമേജ് കണ്ടു. ആൽഫ 1ന്റെ ഇമേജ് ഓഫ് വി കണ്ടുപിടിച്ചു. എന്നിട്ട് ആ കിട്ടിയ എലമെന്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ആൽഫ 2ന്റെ ഇമേജ് കണ്ടുപിടിക്കും. എന്താണ് ഓട്ടോമോർഫിസം എന്നുള്ളത് ഡിഫൈൻ ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ. ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ. ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ എന്താണ് ഒരു ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ? ഒരു ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്, ലെറ്റ്സ് ടേക്ക് ഇറ്റ് ആസ് എക്സ്. ഒരു ഗ്രൂപ്പിൽ നിന്നും ആ ഗ്രൂപ്പിന്റെ ഓട്ടോമോർഫിസംസിന്റെ കളക്ഷനിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷൻ, ഒരു ഹോമോമോർഫിസത്തിനെയാണ് നമ്മൾ അതിന്റെ ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ഗ്രൂപ്പിലെ ഏതൊരു എലമെന്റ് എക്സ് എടുത്താലും നമ്മൾ എന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓട്ടോമോർഫിസം ഒരു വെക്റ്റർ സ്പേസിൽ കൺസിഡർ ചെയ്യും. ഓട്ടോമോർഫിസം ഫ്രം ബി ടു ബി കൺസിഡർ ചെയ്യും. ഓക്കെ, ഈ ഓട്ടോമോർഫിസത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ആൽഫ ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഓഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഓഫ് എക്സ് വൈ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് വൈ എലമെന്റ് ഓഫ് ജി. ഇപ്പൊ ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു വെക്റ്റർ സ്പേസിന്റെ ഒരു വെക്റ്റർ സ്പേസ് വി ഓവർ കെ അതിന്റെ ഓട്ടോമോർഫിസംസിന്റെ കളക്ഷനിലേക്കുള്ള ഒരു ഹോമോമോർഫിസം ആണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഗ്രൂപ്പിലെ ഏതൊരു എലമെന്റ് എക്സ് എടുത്താലും അതിനെ ഒരു ഓട്ടോമോർഫിസം ഒരു ഫംഗ്ഷനിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. And it should also satisfy the condition of homomorphism alpha of x into alpha of y which is equal to alpha of xy. Okay. പറയാൻ പോകുന്ന ഒരു റിസൾട്ട് ആണ്. പെർട്ടിക്കുലർ റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മളൊരു the classes of equivalent matrix representation are in one correspondence with the automorphism representation of suitable vector space. ഒരു റെപ്രസെന്റേഷൻ, ഒരു മെട്രിക്സ് റെപ്രസെന്റേഷന്റെ കറസ്പോണ്ടിങ് ഈക്വാലന്റ് ക്ലാസ്സസ് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ആദ്യം ഒരു റെപ്രസെന്റേഷൻ കൺസിഡർ ചെയ്യാം. എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഐ ജെ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ആൽഫ ഓഫ് എക്സിന്റെ ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ്. ആൻഡ് നമ്മളൊരു വെക്ടർ സ്പേസ് എടുക്കുകയാണ്. ഈ വെക്ടർ സ്പേസ് വി, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ബേസിസ് എലമെന്റ്സ് എഴുതാം. P1, P2 എക്സെട്ര Pn ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പി ഐ ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ ജി ഈസ് ഈക്വൽ ടു 1 to m എ ഐ ജെ ഓഫ് എക്സ് ഇൻറ്റു പി ജെ എന്നായിട്ട് എഴുതും. കാരണം ഇതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണല്ലോ. where I is equal to 1, 2, 3, etc. m. ഇനി
ആൽഫ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആയത്, ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് തന്നെ ആൽഫ ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഓഫ് വൈ ഈക്വൽ ടു ആൽഫ ഓഫ് എക്സ് വൈ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണോ എന്നാണ് നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ ആണ്. ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വെക്ടർ സ്പേസ് ഉണ്ടാവും. ആ വെക്ടർ സ്പേസിലുള്ള ബേസിസ് എലമെന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഈ ആൽഫ ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് എ ഓഫ് എക്സ് നമ്മൾ എടുത്തു. ഇനി ഇത് എന്ത് ചെയ്യണം? ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ ഓഫ് എക്സ് ഇൻറ്റു എ ഓഫ് വൈ എന്ന് പറയുന്നത് എ ഓഫ് എക്സ് വൈ ആണെന്ന് കാണിച്ചാൽ മതി. സോ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാം. എ ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to m എ ഐ ജെ ഓഫ് എക്സ് വൈ into pj, which is equal to pi into alpha of x, alpha of y, pj. നമുക്ക് ഇതിനെ എഴുതാം pi alpha of x pj into pi alpha of y pj, which is equal to a of x into a of y. ഇപ്പൊ a of x എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് കിട്ടി. സോ ഇതിന്റെ റിവേഴ്സ് പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ഈ എ ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്കൊരു ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ കിട്ടും എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു ജി മൊഡ്യൂൾ എന്ന് അറിയണം. അപ്പൊ എന്താണ് ഒരു ജി മൊഡ്യൂൾ എന്ന് അറിയുന്നതിന് മുമ്പ് എന്താണ് ഒരു ആർ മൊഡ്യൂൾ എന്ന് അറിയണം. സോ ആർ മൊഡ്യൂൾ എന്ന് പറയുന്ന സമയത്ത് ആരെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്രൂപ്പിലെ പെട്ടെന്ന് ഓർമ്മ വരിക റിംഗ് ആണ്. അപ്പൊ ആദ്യം എന്ത് വേണം? നമുക്കൊരു റിംഗ് വേണം. ആർ എന്ന് പറയുന്ന ഒരു റിംഗ് വേണം. ഈ റിങ്ങിനെ ഒരു മൊഡ്യൂൾ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയണം? ഒരു സെറ്റ് വേണം. ഓക്കെ, ഈ റിങ്ങിനെയല്ല പറയുന്നത്, നമുക്ക് ആർ എന്ന് പറയുന്ന ഒരു റിംഗ് ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ആർ മൊഡ്യൂൾ പറയണമെന്നുണ്ടെങ്കിൽ വി നീഡ് എ സെറ്റ്, ഒരു സെറ്റ് എം വേണം. ഈ സെറ്റിനെ ഒരു ആർ മൊഡ്യൂൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ we will define two operations: addition from m cross m to m and multiplication from r cross m to m. Okay, such that നിങ്ങൾ ഏത് എം എൻ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എം എടുത്താലും ആൻഡ് എ ബി എലമെന്റ് ഓഫ് റിംഗ് എടുത്താലും the first condition is M under addition അതെന്തായിരിക്കണം? ഒരു abelian group ആയിരിക്കണം. M under addition is an abelian group. M under addition is an abelian group. And the second condition, A plus B into M equal to A into M plus B into M. And A into M plus N equal to A into M plus A into N. And the third condition is A dot B dot M equal to A dot B dot M. And the fourth condition is 1 into M equal to M. ഇപ്പൊ എന്താണ് ഒരു ആർ മൊഡ്യൂൾ? ആർ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ആർ ഫോർ റിംഗ്, നമ്മളുടെ കയ്യിലൊരു റിംഗ് ഉണ്ട്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആർ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സെറ്റ് ആണ്. ഈ സെറ്റിന് ഒരു ആർ മൊഡ്യൂൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഓപ്പറേഷൻസ്. നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് വേണം. റിംഗിൽ ആകുമ്പോൾ രണ്ട് ഓപ്പറേഷൻ ഉണ്ടാവില്ലേ, അതേപോലെ ആർ മൊഡ്യൂളിലും രണ്ട് ഓപ്പറേഷൻ ഉണ്ട്, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. വി കോൾ ഇറ്റ് ആസ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ,
അഡീഷൻ എന്തായി പ്ലസ് എന്തായിരിക്കും എം ക്രോസ് എം എന്ന് എമ്മിലേക്കും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആർ ക്രോസ് എം എന്ന് എമ്മിലേക്കും. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എം അണ്ടർ അഡീഷൻ അതൊരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. എ പ്ലസ് ബി ഇൻറ്റു എം എന്ന് പറയുന്നത് എ ഇൻറ്റു എം പ്ലസ് ബി ഇൻറ്റു എം ആൻഡ് എ ഇൻറ്റു എം പ്ലസ് എൻ എന്ന് പറയുന്നത് എ ഇൻറ്റു എം പ്ലസ് എ ഇൻറ്റു എൻ ആൻഡ് എ ഇൻറ്റു എം ബി ഇൻറ്റു എം ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു എം. And the fourth condition is 1 into m equal to n. ഇത്രയും കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു ആർ മൊഡ്യൂൾ ആണെന്ന് പറയാം. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർ മൊഡ്യൂൾ അതൊരു സെറ്റ് മാത്രമായിരിക്കില്ല. ആർ മൊഡ്യൂൾ എം ഇസ് എ വെക്ടർ സ്പേസ്. ആർ മൊഡ്യൂൾ എം ഇസ് എ വെക്ടർ സ്പേസ് over the field R. Vector space over the field R. R ഒരു ഫീൽഡ് ആണെങ്കിൽ ആർ മൊഡ്യൂൾ എം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് എ വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് R. Second point, an Z module is an abelian group. Z module എന്ന് പറയുന്നത് ഒരു abelian group ആണ്. Z module എന്ന് പറയുന്നത് ഒരു abelian group ആണ്. ജനറൽ ആയിട്ട് ഒരു ആർ മൊഡ്യൂളിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ജി മൊഡ്യൂൾ ആണ്. അപ്പൊ എന്താണ് ജി മൊഡ്യൂൾ എന്ന് നോക്കാം. ഇവിടെ ജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഗ്രൂപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ജി മൊഡ്യൂൾ അപ്പോ ജി ഫോർ ഗ്രൂപ്പ്, ആർ ഫോർ റിംഗ് ആയിരുന്നു, ജി എന്താണ്? അപ്പോ നമ്മളൊരു ഗ്രൂപ്പ് എടുത്തു. And we are considering a vector space V over K. ഈ V over K എന്ന് പറയുന്നത് is a G module. ഇതിനൊരു G module ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ if the multiplication V dot x കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ V dot x എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ എന്നായിരിക്കണം? നമ്മുടെ വെക്ടർ സ്പേസിൽ എലമെന്റ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ ഇസ് ദാറ്റ് h into vector V plus k into vector W equal to h into vector V into x plus k into vector W into x. And the third condition is vector V into xy equal to vector Vx into y. And the fourth condition is vector V into 1. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജി മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ജി മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. വി ഓവർ കെ എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. അതിന് ജി മൊഡ്യൂൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ബി ഡോട്ട് എക്സ് എന്ന് പറയുന്നത് ബിയിലെ എലമെന്റ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് വൺ, ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ആക്ച്വലി അത് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ് ഇൻഡ്യൂസസ് എ മാപ്പ് ഓഫ് വി ഇൻടു വി. നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന മാപ്പ് എന്താണ്? വിയിൽ നിന്നും വിയിലേക്കുള്ള ഒരു മാപ്പാണ് എന്ത്? ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഈസ് പ്യൂർലി ദ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അല്ലെ? എച്ച് ഇൻറ്റു വെക്ടർ വി പ്ലസ് കെ ഇൻറ്റു വെക്ടർ ഡബ്ല്യു ഈക്വൽ ടു h into vector Vx plus k into Wx. Right. And next property എന്ന് പറയുന്നത് എന്താണ്? ഹോമോമോർഫിസം പ്രോപ്പർട്ടി ആണ്. And the fourth one is identity. Okay, so these are all about G module.
Our next topic is characters. Characters എന്ന് പറയുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. സോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു മെട്രിക്സ് റിപ്രസെന്റേഷൻ എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഐ ജി ഓഫ് എക്സ് വേണം. ഓഫ് എന്തായിരിക്കും? ഒരു ഗ്രൂപ്പിന്റെ ജി ഓഫ് ഡിഗ്രി എം. So A of X is a matrix representation of a group G of degree n. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കൺസിഡർ ചെയ്യാം. അതെന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ I മൈനസ് എ ഓഫ് എക്സ് ആയിരിക്കും. സോ വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ലാംഡ മൈനസ് എ വൺ വൺ ഓഫ് എക്സ് മൈനസ് എ വൺ ടു ഓഫ് എക്സ് എക്സെട്ര മൈനസ് എ വൺ എൻ ഓഫ് എക്സ്. ഇതിന്റെ ഡയഗണൽ എലിമെന്റ്സിൽ മാത്രമേ ചേഞ്ചസ് ഉണ്ടാവുന്നുള്ളൂ. മൈനസ് എ വൺ ഓഫ് എക്സ് എ ടു വൺ ഓഫ് എക്സ് ലാംഡ മൈനസ് എ ടു ടു ഓഫ് എക്സ് എക്സെട്ര മൈനസ് എ ടു എൻ ഓഫ് എക്സ് എക്സെട്ര നമുക്ക് എന്ത് പറയാം? ലാംഡ മൈനസ് എ എൻ എൻ ഓഫ് എക്സ് ലാംഡ മൈനസ് എ എൻ എൻ ഓഫ് എക്സ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈനസ് ലാംഡ റീസ് ടു എം മൈനസ് വണ്ണിന്റെ കോഎഫിഷ്യന്റ് കിട്ടും. ആ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്താ പറയാ ഈ മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആൻഡ് അതെന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ നമ്മളുടെ എ ഓഫ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രേസ് തന്നെ ആയിരിക്കും. എ വൺ വൺ ഓഫ് എക്സ് പ്ലസ് എ ടു ടു ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എൻ ഓഫ് എക്സ്. സോ ഫൈ ഓഫ് എക്സ് ഇസ് നത്തിങ് ബട്ട് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അതിന്റെ ആ മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ട്രേസ് ആയിരിക്കും. ഒരു മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ട്രേസ് ആയിരിക്കും. ആൻഡ് വി ഡിനോട്ട് ഇറ്റ് ബൈ ഫൈ ഓഫ് എക്സ്. ഇതൊരു വലിയൊരു മെട്രിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വന്നതെന്നൊരു ഡൗട്ട് ഉണ്ടാവും. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഫോർ എ സിംപ്ലർ മെട്രിക്സ്. എം എന്ത് വേണമെങ്കിലും എടുക്കാം. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർ 2. നമ്മുടെ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെട്രിക്സ് എ വൺ വൺ ഓഫ് എക്സ് എ വൺ ടു ഓഫ് എക്സ് എ ടു വൺ ഓഫ് എക്സ് എ ടു ടു ഓഫ് എക്സ്. ഇതായിരിക്കും നമ്മളുടെ മെട്രിക്സ്. ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ I മൈനസ് എ ഓഫ് എക്സ് എന്ന് പറയുന്ന സമയത്ത് എന്ത് വരും? ലാംഡ മൈനസ് എ വൺ വൺ ഓഫ് എക്സ് എ വൺ ടു ഓഫ് എക്സ് മൈനസ് എ വൺ ടു ഓഫ് എക്സ് മൈനസ് എ ടു വൺ ഓഫ് എക്സ് ലാംഡ മൈനസ് എ ടു ടു ഓഫ് എക്സ്. ഇപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ലാംഡ മൈനസ് എ വൺ വൺ ഓഫ് എക്സ് ഇൻറ്റു ലാംഡ മൈനസ് എ ടു ടു ഓഫ് എക്സ് മൈനസും മൈനസും പ്ലസ് ആവും ആൻഡ് അഗെയിൻ ഒരു മൈനസ് വരും. സോ മൈനസ് എ വൺ ടു ഓഫ് എക്സ് ഇൻറ്റു എ ടു വൺ ഓഫ് എക്സ്. സോ ഇതിൽ നമുക്ക് ലാംഡയുടെ കോഎഫിഷ്യന്റ് മാത്രം മതി. സോ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ മൈനസ് എ വൺ വൺ ഓഫ് എക്സ് ഇൻറ്റു ലാംഡ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ലാംഡ കിട്ടും. സോ ലാംഡ ഇൻറ്റു ലാംഡയുടെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ നോക്കുന്നത്. സോ മൈനസ് എ വൺ വൺ ഓഫ് എക്സ് ഈ ലാംഡേനെ മൈനസ് എ ടു ടു ഓഫ് എക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എ ടു ടു ഓഫ് എക്സ് കിട്ടും. ലാംഡയുടെ കോഎഫിഷ്യന്റ് മൈനസ് ഓഫ് എ വൺ വൺ ഓഫ് എക്സ് പ്ലസ് എ ടു ടു ഓഫ് എക്സ്. ഇപ്പൊ മൈനസ് ലാംഡയുടെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? എ വൺ വൺ ഓഫ് എക്സ് പ്ലസ് എ ടു ടു ഓഫ് എക്സ്. ഇതെന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ ഓഫ് എക്സ് ആണ്, which is equal to the character that is phi of x. അപ്പൊ phi of x എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ട്രേസ് എന്താണോ അത് തന്നെ ആയിരിക്കും അതിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. A of x ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ
അതിന്റെ കറസ്പോണ്ടിങ് phi of x എന്ന് പറയുന്നത് trace of a of x ആയിരിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈക്വാലന്റ് റെപ്രസെന്റേഷൻസ് എടുക്കുകയാണെങ്കിൽ equivalent representations have same character. Equivalent representation same character ആണ്. നമുക്കറിയാം ഈക്വാലന്റ് റെപ്രസെന്റേഷൻസ് എന്ന് പറയുമ്പോൾ ഇത് മെട്രിസസ് ആണല്ലേ. അപ്പൊ ഈക്വാലന്റ് മെട്രിസസ് ആണെങ്കിൽ അതിന്റെ ട്രേസ് സെയിം ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഈക്വാലന്റ് റെപ്രസെന്റേഷൻസിന് സെയിം ക്യാരക്ടർ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സും വൈയും കോൺജുഗേറ്റ് ആണെങ്കിൽ, അതായത് വൈനെ നമുക്ക് സം എക്സ് ഇൻവേഴ്സ് വൈനെ നമുക്ക് സം ജി ഇൻവേഴ്സ് എക്സ് ജി എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ എന്തായിരിക്കും? phi of x will be equal to phi of y. Phi of x will be equal to phi of y. അതായത് രണ്ട് കോൺജുഗേറ്റ് എലമെന്റ്സിന്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ ആ ക്യാരക്ടർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ക്യാരക്ടർ ഇസ് എ ക്ലാസ് ഫംഗ്ഷൻ ഓഫ് ജി. ഇതിന്റെ പ്രൂഫ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പ്രൂഫ് ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. നമ്മൾ ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആസ് എ ഹോംവർക്ക്, ആൻഡ് വി വിൽ ഡിസ്കസ് ദാറ്റ് ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് ലീനിയർ റെപ്രസെന്റേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. സോ ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു ഫീൽഡിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്, ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഹോമോമോർഫിസം പ്രോപ്പർട്ടി. ഇതിന്റെ എക്സാമ്പിൾ ആണ് ട്രിവിയൽ റെപ്രസെന്റേഷൻ. അതേപോലെ ഓൾട്ടർനേറ്റിംഗ് ക്യാരക്ടർ ഓഫ് ദ സിമെട്രിക് ഗ്രൂപ്പ് Sn for each n greater than 1. ഓൾട്ടർനേറ്റിംഗ് ക്യാരക്ടർ ആകുമ്പോൾ ഈവൻ പെർമിറ്റേഷൻ ആകുമ്പോൾ 1ഉം ഓഡ് പെർമിറ്റേഷൻ ആകുമ്പോൾ -1 ആയിരിക്കും. ഇനി എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് Snലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ കുറച്ച് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേറെ റെപ്രസെന്റേഷൻ ബി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടി ഇൻവേഴ്സ് എ ഓഫ് എക്സ് ടി. ഒരു ടി എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. ഇനി ജി മൊഡ്യൂൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അത് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീനിയർ മാപ്പിന്റെ കുറച്ച് നൊട്ടേഷൻസ് നോക്കി. ലീനിയർ മാപ്പിൽ നമ്മൾ ആൽഫ ഓഫ് വെക്ടർ വി എന്നതിന് പകരം വെക്ടർ വി ഇൻറ്റു ആൽഫ എന്നുള്ള നൊട്ടേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സീറോ മാപ്പ്. ആൻഡ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെന്റേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ ഏതൊരു ലീനിയർ മാപ്പ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യും. ഇനി ഓട്ടോമോർഫിസം എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അതായത് ഒരു റെപ്രസെന്റേഷൻ ഓട്ടോമോർഫിസം ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആയിരിക്കണം. ആൽഫ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെന്റേഷനിൽ എ ഓഫ് എക്സും നോൺ സിംഗുലർ ആയിരിക്കും. ഇനി ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ ദ ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം. ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരു വെക്ടർ സ്പേസിന്റെ ഓട്ടോമോർഫിസംസിന്റെ കളക്ഷനിലേക്കുള്ള ഒരു മാപ്പിനെയാണ് നമ്മൾ ഓട്ടോമോർഫിസം റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പിലെ ഓരോ എലമെന്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ഓട്ടോമോർഫിസത്തിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ്? ആൽഫ ഓഫ് എക്സ് ഇൻറ്റു ആൽഫ ഓഫ് വൈ ഈക്വൽ ടു ആൽഫ ഓഫ് എക്സ് വൈ കണ്ടീഷൻ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഇനി നമ്മൾ ആർ മൊഡ്യൂളിനെ കുറിച്ച് സംസാരിച്ചു. ആർ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ആർ എന്ന് പറയുന്ന ഒരു റിംഗ് ആണ്. ആർ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ്. ഈ സെറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റില് നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് പ്ലസും മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തു. ആ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എം അണ്ടർ എഡീഷൻ ഒരു അബെലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. എ പ്ലസ് ബി ഇൻറ്റു എം എന്ന് പറയുന്നത് എ ഇൻറ്റു എം പ്ലസ് ബി ഇൻറ്റു എം. എ ഇൻറ്റു എം പ്ലസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു എം പ്ലസ് എ ഇൻറ്റു എൻ. എ ഇൻറ്റു ബി ഇൻറ്റു എം ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു എൻ. ആൻഡ് 1 ഇൻറ്റു എം ഈക്വൽ ടു എൻ. ഇനി നമ്മൾ നോക്കുന്നത് ജി മൊഡ്യൂൾ ആണ്. ജി മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ബി ഓവർ കെ ഒരു വെക്ടർ സ്പേസ് ജി മൊഡ്യൂൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? വെക്ടർ വി ഡോട്ട് എക്സ് എന്ന് പറയുന്നത് വിയിൽ എലമെന്റ് ആയിരിക്കണം, ലീനിയർ ആയിരിക്കണം, ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണം, ഐഡന്റിറ്റി ഹോൾഡ് ചെയ്യണം. വി ഡോട്ട് 1 ഈക്വൽ ടു
ബി ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തു ക്യാരക്ടർ. ഏതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പിലുള്ള ഏതൊരു എലമെന്റിനും ആ ക്യാരക്ടർ നമ്മൾ ഫൈ ഓഫ് എക്സ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ ഓഫ് എക്സ്. ആ മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ട്രേസ് എന്താണോ അത് തന്നെയാണ് മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി ഈക്വാലന്റ് മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ അതിന്റെ സെയിം ക്യാരക്ടർ ആയിരിക്കും ഉണ്ടാവുക. കോൺജുഗേറ്റ് എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെ. അപ്പൊ ഇതിന്റെ പ്രൂഫ് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.